ഇന്ന് നമുക്ക് ഒരാഴ്ചത്തെ ഉച്ചയൂണ് എന്തൊക്കെയാണെന്നൊന്ന് കാണാം. ഇന്ന് തിങ്കളാഴ്ചയാണ്. ചോറിൻ്റെ കൂടെ മീൻകറിയും മീൻ പൊരിച്ചതും ക്യാരറ്റ് ബീട്രൂട്ട് വിഴുക്ക് വരട്ടിയും പുളിശ്ശേരിയുമായിരുന്നു. ഇനി നമുക്ക് ചൊവ്വാഴ്ചത്തെ കാണാം എന്തൊക്കെയാണെന്ന്. ഇന്നലത്തെ കുറച്ച് മീൻകറി ബാലൻസ് ഉണ്ടായിരുന്നു. അതും അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീൻ പൊരിച്ചതും പരിപ്പ് കറിയും പുളിശ്ശേരിയും. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ നല്ല ചീര കിട്ടി. അതിൻ്റെ തോരനും പിന്നെ മുരിങ്ങയില തോരനും ഉണ്ടായിരുന്നു. മുരിങ്ങയില ഇപ്പം കഴിക്കാവുന്നത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും മുരിങ്ങയില തോരനുണ്ട് ഇവിടെ ഇപ്പോൾ. മുരിങ്ങയില നമ്മൾ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. തോരനായിട്ടോ അല്ലെങ്കിൽ മുരിങ്ങയില കറിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി നമുക്ക് ബുധനാഴ്ചത്തെ കാണാം. ഇന്നും മീൻകറിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു. അതും നല്ല കട്ടത്തൈരും കടുമാങ്ങ അച്ചാറും പയറ് തോരനും വെളുത്തുള്ളി പപ്പടവും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല ചാള പൊരിച്ചതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ കുറച്ച് പാലട പ്രഥമൻ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ബാലൻസും ഉണ്ടായിരുന്നു. അപ്പം ഒരു മധുരവും ഉണ്ടായിരുന്നു ചോറ് കഴിച്ചതിന് ശേഷം. പാലട പ്രഥമൻ്റെ റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അതുപോലെ തന്നെ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ചോറ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതും എല്ലാവരും കാണണം. 4-ാം ദിവസം ആയപ്പോൾ ഒരു പൊതിച്ചോറ് തിന്നാനൊരു മോഹം. കാരണം 2 അയില കിട്ടി. അന്നേരം അത് പൊരിച്ചപ്പോൾ വിചാരിച്ചെന്നാൽ അതൊരു പൊതിയാന്ന്. അങ്ങനെ ഒരു പൊതിച്ചോറും തയ്യാറാക്കി. 5-ാം ദിവസം വിചാരിച്ചു കുറച്ച് ലൈറ്റ് ആക്കാമെന്ന്. അങ്ങനെ ഒരു പാൽ കഞ്ഞിയും പയർ തോരനും കടുമാങ്ങ അച്ചാറും വെളുത്തുള്ളി പപ്പടവും. സംഭവം അതൊന്നും അല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മീനൊന്നും കിട്ടിയില്ല. അന്നേരം പിന്നെ കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ച്. ഈ മിക്കവാറും ദിവസങ്ങളിൽ വെളുത്തുള്ളി പപ്പടം എന്ന് പറയത്തില്ലേ. ഇവിടെ ആശ്രാമത്ത് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അത് കാണാൻ പോയപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പപ്പടം വാങ്ങിച്ചു. അത് ഞങ്ങളോട് പൊരിച്ച് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. അങ്ങനെ ഈ വർഷവും പോയപ്പോൾ അത് വാങ്ങിച്ചു. നല്ലതാണ്. നമ്മുടെ സാധാ പപ്പടത്തെക്കാട്ടിലും ഒരു ടേസ്റ്റ് ഉണ്ട്. ശനിയാഴ്ച ആയപ്പോൾ രാവിലെ നല്ല കൊഞ്ച് കിട്ടി. വറുത്തരച്ച് കൊഞ്ച് തീയലും ക്യാബേജ് തോരനും മുരിങ്ങയില തോരനുമായിരുന്നു. അങ്ങനെ സൺഡേ എത്തി. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇവിടെ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്നും വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മുടെ ഒരാഴ്ചത്തെ ലഞ്ച്. എല്ലാ ആഴ്ചയിലും ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല, മാറിയും തിരിഞ്ഞും ഒക്കെ വരും. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.